ഹിനു ഇപ്പോഴുമുള്ളത് ജയിലിലാണ്. ഹെയ്നെ ഇപ്പോൾ വീട്ടിലേക്കല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാനായിട്ടൊക്കെ ഉൻസിങ് ശ്രമിക്കുമ്പോഴാകട്ടെ, വീട്ടിലേക്ക് പോകുവാനായിട്ടാണ് തനിക്ക് ആഗ്രഹമെന്നൊക്കെ ഹെയ്നും പറയുന്നു. അതായത് വീട്ടിലൊക്കെ ചെല്ലുകയാണെങ്കിൽ വീണ്ടും പഴയ മെമ്മറീസ് ഒക്കെ തിരികെ കിട്ടുമെന്നൊരു വിശ്വാസമൊക്കെ അവൾക്കുണ്ട്. എങ്കിൽ പോലും വീട്ടുകാരുള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് മടങ്ങിപ്പോകുന്നത് ഉചിതമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് ഉൻസിങ് പറയുന്നതും. സർജറിക്ക് മുമ്പാകട്ടെ, സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉൻസിങ്ങുമായിട്ടുള്ള വിവാഹമൊക്കെ നടത്താമെന്ന് ഹെയ്ൻ വാക്ക് നൽകിയതാണെന്നും ഇപ്പോൾ ആ ഒരു വാക്കൊക്കെ പാലിക്കേണ്ട സമയമാണ് എന്നും ഉൻസിങ് പറയുന്നത് കൊണ്ട് തന്നെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുവാനായിട്ട് ഉൻസിങ്ങിനും ഹെയ്ൻ നിർദ്ദേശമൊക്കെ നൽകുകയാണ്. സർജറിക്ക് മുമ്പ് ഹെയ്ൻ ഒരു വാഹനാപകടമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ചൊക്കെ ഉൻസിങ് ചോദിക്കുമ്പോഴത്തേക്കുമാണ് എല്ലാത്തിനും പിന്നിൽ ജോലി ആയിരുന്നു എന്ന കാര്യമൊക്കെ അവരും മനസ്സിലാക്കുന്നത്. ഈ ഒരു റൂമിൽ വെച്ചല്ലേ ജർമ്മൻ കുഴിഞ്ഞു വീണിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഉൻസിങ്ങും ചോദിക്കുകയാണ്. അതായത് ആ റൂമിലുണ്ടായിരുന്ന പെയിന്റിംഗ് വഴി ഉൻസിങ്ങും അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും കണ്ടതാണ്. അവന്റെ കയ്യിൽ അതിന്റെ റെക്കോർഡിംഗും ഉണ്ട്. ഒരിക്കൽ കൂടി ഹെയ്നെ ഉപദ്രവിക്കാനായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണോ ഞാൻ ഹിനുവിനെ ജയിലിലിട്ടത് അതുപോലെ തന്നെ നിങ്ങളെയും ജയിലിലേക്ക് ഇടുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ഉൻസിങ് ഇപ്പോൾ അമ്മേനെ ഭീഷണിപ്പെടുത്തുന്നു. കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആകെ കൈവിട്ട് പോയിരിക്കുകയാണ്. അങ്ങോട്ട് പോയ ഹെയ്നല്ല മടങ്ങി വന്നിട്ടുള്ളത്. എങ്ങാനും അവൾ ഉൻസിങ്ങുമായിട്ട് വിവാഹമെല്ലാം കഴിച്ചാലോ എന്നൊക്കെ വീട്ടുകാരും ഇപ്പോൾ ആലോചിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഡിറ്റക്റ്റീവ് ഏജൻസിയൊക്കെ കാണിക്കുകയാണ്. ഒരു ലേഡീനെയൊക്കെ കാണിക്കുന്നു. ആ ലേഡിയുടെ കൂടെ ആകട്ടെ രണ്ട് പേരും കൂടി ഉണ്ട്. അതായത് അവരെല്ലാവരും ഡിറ്റക്റ്റീവ്സ് ആണ്. അവരാകട്ടെ നമ്മുടെ പഴയ ഡിറ്റക്റ്റീവുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുന്നു. അപ്പോഴായിരുന്നു അച്ഛനും അവിടേക്ക് എത്തിയത്. അച്ഛനും ഇവരെ നേരത്തെ തന്നെ ജർമ്മനിയിലേക്കൊക്കെ പറഞ്ഞയച്ചതാണ്. അതായത് ഹെയ്നും ഹ്യുനുവിനും അവിടെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നത് നിരീക്ഷിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ അപ്ഡേറ്റ് ചെയ്യുവാനായിട്ടായിരുന്നു അച്ഛനെ നിർദ്ദേശിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഹെയ്നും അവളുടെ റൂമിലെത്തി നോക്കി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒന്നും തന്നെ ഒരു സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് ഹ്യുനുവിന്റെ റൂമിലേക്ക് എത്തി നോക്കുമ്പോഴത്തേക്കും അവിടെ നേരത്തെ ആ ഒരു MP3 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവളും അതൊക്കെ എടുത്തു വെച്ച് കേൾക്കുന്നു. ആ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് ഹ്യുനുവിനും എനിക്കും ഒരേ ടേസ്റ്റ് ആണല്ലോ മ്യൂസിക്കിൽ ഉള്ളത് എന്നൊക്കെ അവളും ഓർക്കുന്നുണ്ട്. ഹിനു എന്റെ ശത്രുവാണല്ലോ. ശത്രുവിനെ അറിഞ്ഞാൽ മാത്രമേ അവനെ പരാജയപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ എന്റെ ശത്രു എങ്ങനെയുള്ള ആളാണെന്നൊക്കെ അവളും ഓർക്കുകയാണ്. അങ്ങനെ ഹിനുവിനെ കുറിച്ച് അറിയുവാനായിട്ട് ഇപ്പോൾ അവനെ കാണുവാനായിട്ട് അവൾ ജയിലിലും എത്തുന്നു. ഞാനുമായിട്ട് വിവാഹത്തിലായിരിക്കെ അവന് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ ഡിവോഴ്സ് ചെയ്യുവാനും നോക്കി. ഡിവോഴ്സിനൊക്കെ ശേഷം വീണ്ടും എന്നെ സ്റ്റോക്ക് ചെയ്ത് ജർമ്മനി വരെ എത്തി. അതൊന്നും കൂടാതെ അവനും ഒരാളെ കൊന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവൻ വളരെ മോശം വ്യക്തിയാണെന്നൊക്കെയുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഹെയ്നും അവിടെ ഉള്ളത്. നിന്റെ ആരോഗ്യമൊക്കെ ഇപ്പോഴെങ്ങനെയുണ്ട്? സർജറിയൊക്കെ നല്ല രീതിയിലായിരുന്നോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇപ്പോഴും നിനക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടോ എന്നിങ്ങനെയുള്ള കുറേയധികം ചോദ്യങ്ങളൊക്കെ ഹിനുവും ഹെയ്നോട് ചോദിക്കുകയാണ്. അവളും അതൊന്നും തന്നെ വകവയ്ക്കാതൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹിനുവും പറയുകയാണ്. അതേസമയം ഹെയ്നും എന്റെ ഓർമ്മയൊക്കെ പോയത് കൊണ്ട് തന്നെ എന്നെ പറ്റിക്കാമെന്നായിരിക്കും നീ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നീ എന്തിനാണ് എന്നെ വിവാഹം കഴിച്ചതെന്നും നീ ഡിവോഴ്സിന്റെ പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്തതും പിന്നീട് നടന്ന ഓരോ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പല രീതിയിൽ ഞാനത് കൺഫേമും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹെയ്നും പറയുകയാണ്. ഓൺസിംഗ് പറഞ്ഞ ഒരു കാര്യങ്ങളും നീ വിശ്വസിക്കുവാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ തന്നെ നീ കൺഫേം ചെയ്തു എന്ന് പറഞ്ഞതാണല്ലോ. അങ്ങനെ ഇരിക്കെ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവഞ്ഞിട്ട് പോലും എന്തിനാണ് എന്നെ കാണുവാനായിട്ട് ഇവിടെ എത്തിയത്? അതിന്റെ അർത്ഥം എന്താണ്? നിനക്ക് എന്തൊക്കെയോ സംശയമുണ്ട് എന്നതല്ലേ? നീ കണ്ണ് തുറക്കുമ്പോൾ മുതൽ എപ്പോഴും നിന്റെ ഒപ്പം ഉണ്ടായിരിക്കുമെന്നൊക്കെ ഞാൻ വാക്ക് നൽകിയതാണ്. പക്ഷെ എനിക്ക് ആ വാക്കൊന്നും പാലിക്കുവാനായിട്ട് സാധിച്ചില്ല. എങ്കിൽ പോലും എത്രയും വേഗം ഞാൻ ഇവിടെ നിന്നും ഇറങ്ങി നിന്റെ അടുത്തേക്കൊക്കെ വരുന്നതായിരിക്കുമെന്നൊക്കെ ഹിനുവും പറയുന്നു. നീ ആരോഗ്യവതിയായിട്ട് ഇരിക്കണമെന്ന് മാത്രമായിരുന്നു പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഹിനു പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ അവൾക്ക് മൊത്തത്തിലൊരു സംശയമൊക്കെ തോന്നുകയാണ്. എങ്കിലും അവൻ അഭിനയിക്കുന്നതായിരിക്കുമെന്നൊക്കെ വിചാരിച്ച് അവളും തിരികെ വീട്ടിലേക്കൊക്കെ എത്തുന്നു. വീട്ടിലെത്തുമ്പോഴത്തേക്കും ഉൻസെങ്ങിനെ ആയിരുന്നു അവൾ കണ്ടിട്ടുമുണ്ടായിരുന്നത്. ഉൻസിങ് ഒരുപാട് തവണ ഹെയ്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഹെയ്ൻ കോളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ടെൻഷനിലാണ് അവനും ഇപ്പോൾ ഉള്ളത്. അതേസമയം അവൾക്ക് കോളൊന്നും എടുക്കുവാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നും പിന്നെ അവളുടെ അനുവാദമില്ലാതെ വീട്ടിലൊന്നും കയറി വരുവാനായിട്ട് പാടില്ല എന്നും അവളും പറയുകയാണ്. നിനക്ക് ഇതിനു മുമ്പും അപകടമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് നോക്കുന്നതെന്നൊക്കെ ഉൻസിങ് പറയുമ്പോഴത്തേക്കും എനിക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം തന്നെ പിന്നിൽ ഹിനുവോ ആയിരുന്നു. ഇപ്പോൾ അവൻ ജയിലിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ സേഫ് അല്ലേ എന്നൊക്കെ അവളും തിരികെ ചോദിക്കുന്നു. നീ എന്റെ ഒപ്പം ഇല്ലാതേക്ക് ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്തിട്ട് ഒരുപാട് ടെൻഷനൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ കോൾ ചെയ്യുമ്പോഴെല്ലാം തന്നെ നീ ഫോൺ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനും പോകുന്നത്. ആ ഒരു സംഭവത്തിന് ശേഷം ഹെയ്ൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുവാനായിട്ട് ഉൻസിങ് പറഞ്ഞത് പ്രകാരം ഒരാളാകട്ടെ ഹെയ്ന്റെ കാറിലെ ലൊക്കേഷൻ ട്രാക്കർ ഒക്കെ വെക്കുകയാണ്.
ഹൈനും ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ ഉൺസിങ്ങിന്റെ ഒപ്പം എത്തുന്നു. 3 സെക്രട്ടറിമാര് നിരന്നു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഹെയ്ൻ അവരെ ഓർമ്മ പോലും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളും അവരെ ഒന്നും തന്നെ മൈൻഡ് ചെയ്യാതൊക്കെ പോവുകയാണ്. ഹെയ്ന്റെ വിവാഹമൊക്കെ നടക്കാൻ പോവുകയാണെന്നുള്ള ഒരു വാർത്തയൊക്കെ ഇവരും കേട്ടിട്ടുണ്ടായിരുന്നു. ഹെയ്നും ഹ്യുൻവുവും തമ്മിലുള്ള വിവാഹമായിരിക്കുമെന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഉൺസിങ്ങിന്റെ ഒപ്പമൊക്കെ അവളെ കണ്ടത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് അവരും നിൽക്കുന്നു. നേരത്തെ ആ ജ്യൂസൊക്കെ വിറ്റിട്ടുണ്ടായിരുന്ന ആളും ഇപ്പോൾ ഹെയ്നെ കാണുവാനായിട്ട് ഓടിയെത്തുന്നു. ഹെയ്നോട് എല്ലാ രീതിയിലുള്ള നന്ദിയും ഉണ്ട് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അയാളുടെ കുഞ്ഞിന് ഇപ്പോൾ സുഖമായെന്നും വീട്ടിലേക്കൊക്കെ മടക്കിക്കൊണ്ട് വന്നു എന്നുമൊക്കെ അയാൾ പറയുമ്പോഴത്തേക്കും എന്താണ് കാര്യമെന്നൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും അവളും എല്ലാം മനസ്സിലായെന്നുള്ള രീതിയിലൊക്കെ തലയാട്ടി നിൽക്കുന്നു. ഹേയനും ഞാനായിരുന്നു അയാൾക്ക് പണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സ്റ്റാഫ്സിനോട് ചോദിക്കുമ്പോഴാകട്ടെ അവർക്കാർക്കും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയിക്കയില്ലായിരുന്നു. അങ്ങനെയിരിക്കെ സെക്രട്ടറി നായും ഇപ്പോൾ അവളെ കാണുവാനായിട്ട് എത്തിയിരിക്കുന്നു. സെക്രട്ടറി നായും പല തവണയായിട്ട് പണം അടിച്ചിട്ട് ഒരു ഡ്രസ്സൊക്കെ മേടിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഹെയിന്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലും. അതായത് ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് ഹെയിൻ തിരിച്ച് ഓഫീസിലേക്ക് വരുന്ന ദിവസമായിരിക്കുമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാക്കൊക്കെ പാലിച്ച് ഓഫീസിലേക്ക് എത്തിയതിൽ നന്ദിയുണ്ട് എന്നൊക്കെ സെക്രട്ടറി നായും ഹെയ്നോട് പറയുന്നു. ഹെയ്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സെക്രട്ടറി നായിക്കൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിലും തന്നോട് ചോദിച്ചാൽ മതി എന്നൊക്കെ സെക്രട്ടറി നായും ഇപ്പോൾ ഹെയ്നോട് പറയുന്നു. ഞാൻ എങ്ങനെയുള്ള ഒരാളായിരുന്നു എന്നൊക്കെ ഹെയ്നും സെക്രട്ടറി നായോട് ചോദിക്കുകയാണ്. അവൾ അതിന് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നേരത്തെ ഹെയ്നും അവിടുത്തെ ഒരു എംപ്ലോയിയുടെ അമ്മയുടെ അടുക്കൊക്കെ കൂടുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു എംപ്ലോയിക്ക് അവിടേക്ക് ഓടിയെത്തുകയാണ്. അമ്മയുടെ ചടങ്ങുകളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല നിങ്ങളും ഒരുപാട് പണമൊക്കെ തന്ന് സഹായിച്ചില്ലേ? എന്റെ അമ്മയുടെ സർജറി പോലും നിങ്ങൾ നൽകിയ പണം കൊണ്ടാണ് നടന്നത്. എന്തായാലും തിരിച്ചെത്തിയതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളും സംസാരിക്കുന്ന സമയത്ത് ഇത്രയ്ക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ താൻ ചെയ്തിട്ടുണ്ട് എന്ന കാര്യമൊക്കെ ഹൈനും മനസ്സിലാക്കുകയാണ്. ഒരു എംപ്ലോയിയുടെ ഫാമിലി മെമ്പർ ഒക്കെ മരിച്ച സമയത്ത് ഞാൻ ആ അടക്കൊക്കെ കൂടുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഫ്ലവേഴ്സ് നൽകി, അവർക്ക് കുറേയധികം പണമൊക്കെ നൽകി. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ നല്ലൊരു സ്ത്രീ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഹെയ്നും പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ ഹിനു ചെയ്ത കാര്യങ്ങളായിരുന്നു. എങ്കിൽ പോലും അവൾ സ്വയം ഒന്ന് പുകഴ്ത്തിക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സെക്രട്ടറിനായും സത്യസന്ധമായിട്ട് പറയാതെ എല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്തത്, നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണെന്നൊക്കെയാണ് പറഞ്ഞും കൊടുക്കുന്നത്. ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് തെരുവിലൊരു പൂച്ചനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് ഫുഡൊക്കെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനും അതിന് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. എന്റെ സ്വഭാവം ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും എന്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നത് കൊണ്ട് തന്നെ ഞാൻ മദർ തെരേസിനെയൊക്കെ പോലെ വലിയൊരു വ്യക്തിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് ഹെയ്നും പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ ഹെയ്നും സെക്രട്ടറി നായ്ക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലായിരുന്നു വർക്കെങ്കിൽ പോലും സെക്രട്ടറി നായനെ കൂടെ കൂട്ടുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഹ്യുനുവിനെ കാണുവാനായിട്ട് ഫ്രണ്ടൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും ഹ്യുനുവോ ഫ്രണ്ടിനോട് സംസാരിക്കുന്നു. അതായത് കെട്ടിച്ചമച്ച തെളിവുകൾ മാത്രമാണ് ഇപ്പോൾ ഹ്യുനുവിനെതിരായിട്ടുള്ളത്. ഒരു പക്ഷെ ആ ഒരു ക്രൈം ഒക്കെ നടന്ന സ്ഥലത്ത് എത്തുകയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള തെളിവുകളൊക്കെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്ന ഒരു വിശ്വാസമാണ് ഹ്യുനുവിനുള്ളതും. അങ്ങനെ ഇരിക്കെ പോലീസ് വലുതായിട്ട് ശ്രദ്ധിക്കാതെ പോയൊരു തെളിവൊക്കെ ഉണ്ട്. പച്ച നിറത്തിലുള്ള ഒരു നൂലായിരുന്നു ആ ഒരു തെളിവ്. ഒരു പക്ഷെ കില്ലറുടെ കയ്യിൽ നിന്നും ആയിരിക്കാം ആ ഒരു തെളിവൊക്കെ പോന്നിട്ടുണ്ടാവുക എന്ന സംശയമാണ് ഇപ്പോൾ ഫ്രണ്ട്സിനുള്ളത്. പിന്നെ ഹിനുവിന്റെ വീട്ടിലെ കത്തി തന്നെ ആയിരുന്നു കൊലപാതകം നടത്തുവാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതായത് ഹിനു ജർമ്മനിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കാണാതെ പോയ കത്തിയാണത്. ഒരുപക്ഷെ കില്ലറും ആ ഒരു കത്തിയൊക്കെ മോഷ്ടിച്ചോണ്ട് പോകുന്നത് ഏതെങ്കിലും ഒരു CCTVയിലൊക്കെ പെട്ടിട്ടുണ്ടാകാമെന്ന സംശയം ഹ്യുനുവിനുമുണ്ട്. ആ ഒരു വിവരം എല്ലാം തന്നെ ഹ്യുനു ആന്റീനെയും അറിയിക്കുന്നു. ഹ്യുനുവിന്റെ അച്ഛനാകട്ടെ തികഞ്ഞൊരു അന്ധവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോകുന്ന കാര്യം നടക്കുകയില്ല എന്നൊരു വിശ്വാസത്തിലാണ് അച്ഛനുള്ളതും. അതായത് നമ്മുടെ നാട്ടിലെ പല പല കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പോകുന്ന കാര്യം നടക്കുകയില്ല എന്നൊക്കെ പറയൂലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇന്നാകട്ടെ കോടതിയില് കേസൊക്കെ നടക്കുന്ന ഒരു ദിവസമാണ്. അങ്ങനെ ഇരിക്കെ പല പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുതെന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കും കൂടെയുള്ളവരും അതൊക്കെ വിശ്വസിച്ച് അതെല്ലാം തന്നെ ചെയ്യാതെയൊക്കെ ഇരിക്കുന്നു. ഇനി കഴിക്കുവാനുള്ള ഒരു ഫുഡൊക്കെ ആകട്ടെ അത് ചുരുട്ടി മടക്കിയൊക്കെ ആയിരുന്നു കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുന്നത് പോലും ശരിയല്ല എന്ന് പറഞ്ഞ അച്ഛനും അവരെ ആരെയും തന്നെ ആ ഒരു ഫുഡ് കഴിക്കുവാൻ പോലും സമ്മതിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും മാന്യമായിട്ടൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് സൂചോളും ഓടിയെത്തുന്നു. അവൻ പെട്ടെന്ന് കോട്ടയ്ക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന സ്പൂണൊക്കെ താഴേക്ക് പോകുകയാണ്. അതും ഒരു മോശം ലക്ഷണമായിട്ടായിരുന്നു അച്ഛനും കണ്ടിട്ടുണ്ടായിരുന്നത്. സൂചോളുടെ കയ്യിൽ നിന്ന് സ്പൂണൊന്നും താഴെ പോയതല്ല. അവൻ വെറുതെ സ്പൂണൊക്കെ നിലത്ത് വെച്ചതാണെന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സൂചോളാകട്ടെ എന്റെ കൈ തട്ടിയ സ്പൂണൊക്കെ താഴെ പോയതായിരുന്നു എന്നൊക്കെ അവരോട് പറയുന്നു. ഏത് ഫുഡാണോ കഴിക്കരുത് എന്നൊക്കെ വിചാരിച്ചത് അതേ ഫുഡാണ് ഇപ്പോൾ സൂചോള് കഴിക്കുന്നതും. അതും കൂടി കാണുമ്പോഴത്തേക്കും അച്ഛന് ശരിക്കും ദേഷ്യമൊക്കെ തോന്നുകയാണ്.
ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.